ഹലോ, അമ്മാമ്മയും കുഞ്ഞൂസിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാരമൽ പുഡിംഗ് ആണ്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമുക്കൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ 4 മുട്ടയുണ്ട്, ഒരു പാക്കറ്റ് പാലുണ്ട്, 1 കപ്പ് പഞ്ചസാരയുണ്ട്, വാനില എസൻസ് ഉണ്ട്. 3 കൂട്ടം സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയും പാലും പഞ്ചസാരയും കൂടി നമുക്കൊന്ന് മിക്സിയുടെ ബൗളിലിട്ടിട്ടൊന്ന് അടിച്ചിട്ട് വരാം. അപ്പം ഞാനിത് ഈ മുട്ടയും പഞ്ചസാരയും പാലും കൂടി ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇത് നമുക്കൊന്ന് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഈ മുട്ടയുടെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അത് മാറാനായിട്ടാണ് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു 3/4 സ്പൂൺ വാനില എസൻസ് ചേർക്കണ്ട കേട്ടോ. കൂടിപ്പോകണ്ട, കൂടിപ്പോയാൽ വാനില എസൻസിൻ്റെ കുത്തുണ്ടാവും. അപ്പോൾ അത് കാരണം നമുക്കിതിനെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു പാത്രത്തിൽ കുറച്ചൊരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാര എന്ന് വെച്ചാൽ അതിനകത്ത് 3/4 കപ്പ് മാത്രമേ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തുള്ളൂ. ബാക്കി 1/4 കപ്പ് ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാനായിട്ടാണ്. നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ആ പഞ്ചസാര കാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അധികം കരിഞ്ഞു പോകണ്ട, തീ ഓഫ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്നും ഇങ്ങനെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആകട്ടെ. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ 2 പാത്രത്തിലായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 പാത്രത്തിലാക്കി വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെന്നുള്ള പാത്രത്തിലൊക്കെ ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 പാത്രത്തിലേക്കാണ് ഇവിടെ ആക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. അത് ഈ പാത്രത്തിൽ, നമുക്ക് ചെറിയ പാത്രത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് 1/2 മണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കണം. ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. നമ്മൾ 2ാമത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അതും കൂടി നോക്കാം. ഇത് നല്ലോണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, വെള്ളമൊക്കെ വറ്റി നല്ല ഇതായിട്ടുണ്ട്. ഇത് നല്ല സെറ്റായിരിക്കണേണ്. അപ്പം നമുക്ക് ഇതും ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പം നല്ലോണം രണ്ടും തണുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ടൊമഴ്ത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അടിപൊളി സാധനമാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നാളെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമസ്കാരം.